ഹായ്, സഹദേവ് മാഷാണ്. ഗണിതശാസ്ത്ര മേളയോടനുബന്ധിച്ചുള്ള ഒരു ഗെയിമാണ് ഇന്നും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു പുതിയ ഗെയിം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹെക്സഗൺ രൂപത്തിലുള്ള ഒരു കളത്തിൽ ഓരോ ജംഗ്ഷൻ പോയിന്റിലും അപ്പോൾ 19 ജംഗ്ഷൻ പോയിന്റ് ഉണ്ടാവും. അവിടെയൊക്കെ ഓരോ നമ്പറുകൾ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ, അതായത് UP തലത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രൈം നമ്പർ, സ്ക്വയർ നമ്പർ, ട്രയാങ്കുലർ നമ്പർ, ക്യൂബിക് നമ്പർ എന്നീ നമ്പറുകളിലേക്ക് എത്തിച്ചേരുന്ന എണ്ണൽ സംഖ്യകളിലൂടെ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക എന്നുള്ള രൂപത്തിൽ അത് നേർരേഖയിലായിരുന്നു, സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു. അപ്പോ ഒന്നുകിൽ അടുത്തടുത്ത 3 പോയിന്റുകൾ ചേർത്ത് വെച്ച് നേർരേഖയിൽ ഒരു നിശ്ചിത പോയിന്റ് കണക്കാക്കുന്നു, അല്ലെങ്കിൽ 4 പോയിന്റുകൾ ചേർന്നാലും നേർരേഖയിൽ കിട്ടും. പരമാവധി 5 പോയിന്റുകൾ ചേരുമ്പോൾ നേർരേഖയിൽ. അപ്പോൾ 3, 4, 5. അപ്പോൾ ആ കളിക്ക് അത്രയും സാധ്യതയുള്ളൂ. ഒന്നുകിൽ 3, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 5. അത് പല ഭാഗത്തും ചെയ്യാമെന്ന് മാത്രം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് രൂപമാണ്. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗണിത രൂപങ്ങൾ തന്നെ അത് സംവൃത രൂപം എന്ന് പറയും, ക്ലോസ്ഡ് ആയിട്ടുള്ളത്. അതിന്റെ ഏറ്റവും ചെറുതാണ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 വരകൾ യോജിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ 3 കോണുകളാണ് ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ അതിന് 3 ജംഗ്ഷൻ പോയിന്റ് ഉണ്ടാവും. നമ്മൾ ഈ കളിക്കളത്തിൽ നോക്കിയാൽ ആ 3 പോയിന്റുള്ള ട്രയാങ്കിൾ മാത്രമല്ല, 6 പോയിന്റ് ഉള്ളത് കാണാം, 9 പോയിന്റ് ഉള്ളത്, പല വലുപ്പത്തിലും 3 വ്യത്യസ്ത വലുപ്പത്തിലുള്ള ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഒന്ന് മാത്രമല്ല. ഇനി സാമാന്ത്രികം എടുത്താൽ ഏറ്റവും ചെറുത് 4 പോയിന്റുകൾ ചേരുന്നതാണ്. അതിനപ്പുറം 6 പോയിന്റുകൾ ചേരുമ്പോഴും അതിനപ്പുറം എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സാമാന്ത്രികങ്ങളുണ്ട്. ട്രപ്പീസിയത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ലംബക രൂപം അതും പല വലുപ്പത്തിലും പല തരത്തിലും ഉള്ളുണ്ട്. ഷേപ്പെല്ലാം ഒന്നുപോലെയാണെങ്കിലും ചിലത് നീളം കൂടിയത്, ഒരേ രൂപത്തിൽ വരുന്നത്, നിശ്ചിത ഉയരം കൂടിയത്, അത്തരത്തിലുള്ള പല ലംബക രൂപങ്ങളും നിങ്ങൾക്ക് ഈ കളിക്കളത്തിൽ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം നിങ്ങൾ നമ്പർ കൊണ്ട് യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്, കണക്ട് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ചെറുത് ട്രയാങ്കിൾ, ഞാൻ പറഞ്ഞില്ലേ, 3 മൂലകൾ, 3 ജംഗ്ഷൻ പോയിന്റ് ആണ് ഉണ്ടാകുക. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷൻ പോയിന്റിൽ നിന്നും തൊട്ടടുത്ത ജംഗ്ഷൻ പോയിന്റിലേക്കുള്ള അകലം എല്ലാ സ്ഥലത്തും തുല്യമാണ് എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഒരേ ലെങ്ത് ആണ്. അപ്പോൾ നീളത്തിനനുസരിച്ച് അവിടെ ആ ലെങ്ത് ഈ പറഞ്ഞ പോലെ കൂടിക്കൂടി വരും. അവിടെ ജംഗ്ഷൻ പോയിന്റും കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നമുക്ക് കളിക്കുമ്പോൾ അത് വളരെ വ്യക്തമാവും. ഞാനത് വളരെ വ്യക്തമായി തന്നെ കാണിച്ചിട്ട് തരാം. ഇനി അതിന്റെ റൂൾസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈം നമ്പർ, അതായത് അഭാജ്യ സംഖ്യകൾ, UP തലത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് അഭാജ്യ സംഖ്യകൾ. മറ്റൊന്ന് ത്രികോണ സംഖ്യകൾ. അപ്പോൾ ത്രികോണ സംഖ്യകൾ എന്ന് പേര് കേട്ടിട്ട് ബേജാറാകൊന്നും വേണ്ട. ത്രികോണ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടി പോകുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ 1, 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 15, 6, 21, 21, 7, 28, 28, 36, അങ്ങനെ കിട്ടുന്നതെല്ലാം ത്രികോണ സംഖ്യകളാണ്. അതായത് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ കൂട്ടി പോകുമ്പോൾ കിട്ടുന്നതെല്ലാം ത്രികോണ സംഖ്യകളാണ്. അപ്പോ അങ്ങനെ പോയി 28, 28, 36, 36, 9, 45, 45, 10, 55, 55, 11, 66, 66, 12, 78, 78, 13, 91 വരെ രണ്ടക്കമുള്ള. ഇനി അതിന്റെ അപ്പുറത്തേക്ക് 105, 100 കടന്നു പോകുന്നു. സ്ക്വയർ നമ്പറോ അതും പ്രയാസമൊന്നുമില്ലല്ലോ. സമചതുരത്തിൽ വളർന്നു വരുന്നതാണ് സമചതുര സംഖ്യകൾ. നേരത്തെ ത്രികോണ സംഖ്യകളാണെങ്കിലോ ത്രികോണ രൂപത്തിൽ വളർന്നു വരുന്നതാണ്. അത് ത്രികോണം വരച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരേ സംഖ്യകൾ കൂട്ടുന്നതാണല്ലോ.
അതായത് 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 1 പിന്നെ ഗുണിക്കുമ്പോൾ ഒരു 1 2 2 4 3 3 9 4 4 16 5 25 പ്രയാസമില്ല. ഇനി ക്യൂബിക് നമ്പറോ? ക്യൂബിക് നമ്പർ 1 × 1 × 1, ഒന്നിനെ ഒരേ സംഖ്യ തമ്മിൽ 3 തവണ ഗുണിക്കുന്നത് ക്യൂബിക് നമ്പർ. ഇതും UP തലത്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ 1 × 1 × 1 1 തന്നെയാണ്. 2 × 2 × 2 8, 3 × 3 × 3 അപ്പോൾ 27, 4 × 4 × 4 64, 5 × 5 × 5 125. ഈ രൂപത്തിൽ നമ്മൾക്ക് ക്യൂബിക് നമ്പർ വരുന്ന കാണാം. ഇനി അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പർ നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, തീർച്ചയായിട്ടും. അപ്പോ ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ? ഒരു സംഖ്യ ഒന്നും അതേ സംഖ്യയല്ലാതെ മറ്റൊരു ഘടകവും ഇല്ലാത്ത സംഖ്യകൾ. അപ്പോ അതെവിടുന്നാ തുടങ്ങുന്ന? 2 ഒരു പ്രൈം നമ്പറാണ്. ഇരട്ട സംഖ്യ ആണെങ്കിലും അതൊരു പ്രൈം നമ്പറാണ്. കാരണം 2നെ 2 കൊണ്ട് ഹരിക്കുക, 1 കൊണ്ട് ഹരിക്കുക, അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചുകൂടാല്ലോ. മറ്റൊന്ന് 3, 2 കഴിഞ്ഞാൽ 3ന്റെ കാര്യം എങ്ങനെയാണ്? 3 പ്രൈം നമ്പർ ആവുന്ന എങ്ങനെയാ? 3നെ 1 കൊണ്ടോ 3 കൊണ്ടോ അല്ലാതെ മറ്റൊരു സംഖ്യ കൊണ്ടോ ഹരിക്കാൻ പറ്റില്ല. അടുത്തത് 5ആണ്. 5 ഇത് തന്നെയാണ് 5ന്റെ സ്ഥിതി. പിന്നെ 7, അടുത്തത് 11ആണ്. അങ്ങനെ അത് പിന്നെ കുട്ടികൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രൈം നമ്പർ ഏതൊക്കെയാണ് വരുന്നത്. അതായത് ഒന്നും അതേ സംഖ്യയുമല്ലാതെ മറ്റൊരു ഘടകവുമില്ലെങ്കിൽ. ഇപ്പൊ ഉദാഹരണത്തിന് 6 നോക്കുക. 6 നോക്കിയാൽ എങ്ങനെയെല്ലാം ഉണ്ട്? 1ഉം 6ഉം അല്ലാതെ 2 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഘടകങ്ങൾ കൂടുതലുണ്ട്. 1 2 3 6. അപ്പൊ അതുകൊണ്ട് തന്നെ 6 എന്ന് പറഞ്ഞ ഒരു പിന്നെ ഭാജ്യസംഖ്യയാണ്, ഒരിക്കലും അഭാജ്യ സംഖ്യയല്ല. അപ്പോ ആ രൂപത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. ഇനി പിന്നെ ഇതെന്താണ് ചെയ്യുന്നത്? ഇപ്പോ ഞാൻ പ്രൈം നമ്പർ എന്താന്ന് പറഞ്ഞ്, സ്ക്വയർ നമ്പർ എന്താണ്, ട്രയാങ്കുലർ നമ്പറാണ്, ക്യൂബിക് നമ്പർ എന്താണെന്നും പറഞ്ഞു. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശവും 3 മൂലയാണ്. ഇവിടെ പ്രധാനമായിട്ടും ജംഗ്ഷൻ പോയിന്റ് എത്രയുണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ട്രയാങ്കിൾ ആണെങ്കിൽ 3 ജംഗ്ഷൻ പോയിന്റ് ഉണ്ടാകും. അപ്പോൾ ആ 3, അതായത് ഒരാള് ഒരു ഭാഗത്ത് 1 എന്നുള്ള നമ്പർ വെച്ച്, മറ്റേയാള് 5 ആണ് വെക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ 5. അപ്പോൾ 2 നേർരേഖയിൽ 1ഉം 5ഉം 6 ആയി. ഇനി ക്ലോസ്ഡ് ആയിട്ട് വരണമെങ്കിൽ അതിന്റെ ത്രികോണത്തിന്റെ മറ്റേ മൂലയിൽ ഒരു നമ്പർ വെക്കണം. 1 വെച്ച് പിന്നെ 5 ആണ് വെക്കുന്നത്. 1 5 6. ആദ്യത്തെ ആള് വീണ്ടും 3 ആണ് വെക്കുന്നത്. 3 ആണ് വെക്കുന്നെങ്കിൽ 6 3 9 ആയി. അപ്പൊ ഒരു ത്രികോണ രൂപത്തിൽ 9 എന്ന് അതിന്റെ ടോട്ടൽ വന്ന് രൂപം ക്ലോസ്ഡ് ആണ്, ത്രികോണമായി കഴിഞ്ഞ്. അപ്പോ എത്ര ജംഗ്ഷൻ പോയിന്റിലൂടെയാണ് അത് വരുന്നത്? 3 1 2 3. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 3 പോയിന്റ് കിട്ടുന്നു. ഇതാണ് കളി. ഇനി അടുത്ത ആള് അതിനോട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതൊരു റോംബസ് ആയി മാറും, സാമാന്തരികമായി മാറും. സമഭുജ സാമാന്തരികം തന്നെയായിരിക്കും. അപ്പോ അവിടെ 4 പോയിന്റാണ്. കാരണം 4 ജംഗ്ഷനാണ് അയാൾ കവർ ചെയ്യുന്നത്. അതിനോട് ചേർത്ത് തൊട്ടിപ്പുറത്ത് ഒരു പോയിന്റ് ആദ്യത്തെ ആള് വീണ്ടും വെക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന രൂപം ഒരു ട്രപ്പീസിയാണ്, ലംബകാണ്. ആ ലംബകം കവർ ചെയ്യുമ്പോൾ ശരിക്കും 5 പോയിന്റാണ്. 4 മൂലയേ ഉള്ളെങ്കിലും 5 പോയിന്റ് കവർ ചെയ്തിട്ടാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് 5 പോയിന്റ്. ഇത് ഞാൻ വളരെ കൃത്യമായി കളിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, കളിക്കൊരു നിയമം വേണം. നിയമം ഇല്ലാതെ കളിച്ചാൽ കളിക്കളത്തിൽ എപ്പോൾ അടിപിടിയായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായി നിയമം നമ്മൾക്ക് ഉണ്ടാക്കണം. അപ്പോൾ കളി നമ്മളാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതുകൊണ്ട്, നമ്മളാണ് കളി അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും കളിയുടെ നിയമങ്ങളും നമ്മൾ തന്നെ പറയണം. ഇന്നതാണ് അതിന്റെ നിയമമെന്ന് നമ്മൾ തീർച്ചയായും പറയണം. അപ്പോ എങ്ങനെയാ നിയമം എഴുതുക? നമുക്ക് നോക്കാം. എത്ര പേരാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് തീരുമാനിക്കുക. അപ്പോൾ 2 ആക്കും 3 ആക്കും ഒക്കെ കളിക്കാം. അപ്പോൾ നിയമം എഴുതുമ്പോൾ നിങ്ങൾ അത് വ്യക്തമാക്കണം, എത്ര പേര് കളിക്കുന്ന കളി. അപ്പോൾ 2 പേർ ചേർന്നുള്ള കളിയാണിത്. അവിടുന്ന് മത്സരത്തിന് പോയാൽ നിങ്ങളെ കൂടെ ആരാ കളിക്കുക? ജഡ്ജസിനെ കൊണ്ട് കളിപ്പിച്ചോളണം. നിങ്ങൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ കുട്ടീന്റെ കൂടെ ജഡ്ജസ് നിന്ന് കളിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഇത് മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ട് അവർ നിങ്ങളോട് സഹകരിക്കും കേട്ടോ. യെസ്, 2 പേർ ചേർന്നുള്ള കളിയാണ്.
ഇനി ഇത് നമ്മൾ ആദ്യം ഈ ഇതിൽ ടോക്കണായിട്ട് വെക്കുന്ന നമ്പർ ഏതാണ്? എണ്ണൽ സംഖ്യകൾ. എത്ര വരെ? അത് 30 വരെയോ അല്ലെങ്കിൽ 25 വരെയോ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ 20 വരെയോ. കാരണം ജംഗ്ഷൻ പോയിന്റ് ഈ കളിക്കളത്തിൽ 19 ആണല്ലോ. അത് ഇരുവശങ്ങളിലേക്കും നീട്ടിയിട്ട് അല്ലെങ്കിൽ വലിയ കളത്തിൽ വരുമ്പോൾ കൂടുതലായിട്ട് വലുപ്പത്തിൽ ചെയ്യാം കേട്ടോ. അപ്പോ 12 സെന്റിമീറ്റർ റേഡിയസ് എടുത്തിട്ട് അത് വരച്ചുണ്ടാക്കുക. ഇത് ഞാൻ കൃത്യമായിട്ട് വരക്കുന്നത് എങ്ങനെയാന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് ഈ പ്രാവശ്യം കൂടെ അത് കാണിച്ചു തരാം, എങ്ങനെയാണ് ആ കളം വരച്ചെടുക്കുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞത് കളി നിയമങ്ങളാണ്. അപ്പൊ 2 പേർ ചേർന്നുള്ള കളിയാണിത്. എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചാണ് കളിക്കുന്നത്. എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ അങ്ങനെയാണ്. 1 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ചാണ് ഇത് കളിക്കുന്നത്. ഇനി നിങ്ങൾ കളി മാറ്റിയിട്ട് പ്രൈം നമ്പറാണ് ഉപയോഗിക്കുന്നെങ്കിലോ അതും വളരെ വ്യക്തമായ നിയമത്തിൽ ഉണ്ടാവണം. പിന്നെ 50-ൽ താഴെയുള്ള പ്രൈം നമ്പർ ഉപയോഗിച്ചാണ് ഇത് കളിക്കുന്നത്. അപ്പോ ഇനി അതല്ല 100 വരെ എടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ അതെന്താ വെച്ചാൽ ഏതാണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിയമത്തിൽ ഉണ്ടാവണം. നിയമം വളരെ കൃത്യമായിരിക്കണം. യെസ്. അടുത്തത് എങ്ങനെയാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് പോയിന്റ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ ഞാൻ കളിച്ച് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം ഉണ്ടാവുകയും, അപ്പോൾ ഏറ്റവും ചെറുത് ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ 3 പോയിന്റുകൾ ചേരുമ്പോഴാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് രൂപം ഉണ്ടാകുക. ത്രികോണം, ഏറ്റവും ചെറിയ ത്രികോണം. അപ്പൊ ആ 3ാമത്തതിൽ വെക്കുമ്പോൾ മാത്രമേ അത് പൂർത്തിയാവൂ. 3ാമത്തേൽ വെക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ഒന്നുകിൽ പ്രൈം നമ്പർ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ, അല്ലെങ്കിൽ ട്രയാങ്കുലർ നമ്പർ, അല്ലെങ്കിൽ ക്യൂബിക് നമ്പർ ആണ് എന്ന് ക്ലെയിം ചെയ്താൽ, അതാണ് ഉണ്ടായ പോലെ ഇതാ ക്യൂബിക് നമ്പർ ആണ് ഈ നമ്പർ എന്ന് ക്ലെയിം ചെയ്താൽ, അപ്പോ എത്ര പോയിന്റുകളാണോ കവർ ചെയ്യുന്ന അത്രയും പോയിന്റ്. ഇനി അത് സാമാന്ത്രികത്തിലാണ്, പിന്നെ ഏറ്റവും ചെറിയ സാമാന്ത്രികമാണെങ്കിൽ അത് 4 പോയിന്റാണ് ഉണ്ടാകുക. കളിയിൽ എങ്ങനെയാണ് ബോണസ് പോയിന്റ് വരുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബോണസ് പോയിന്റ് കിട്ടും, അതായത് സാധാരണ കിട്ടുന്നതിന്റെ ഇരട്ടി അവിടെ കിട്ടും. അതെപ്പോഴാണ്? അപൂർവം ചില സംഖ്യകൾ ഈ 2 എണ്ണത്തിലും വരുന്നുണ്ട്. ഉദാഹരണത്തിന് 36 എന്ന സംഖ്യ ഒരേ സമയം പിന്നെ ട്രയാങ്കുലർ നമ്പറുമാണ്, സ്ക്വയർ നമ്പറുമാണ്. ത്രികോണ സംഖ്യയും സമചതുര സംഖ്യയായിട്ടുള്ള ഒരു സംഖ്യയാണ് 36. ഇതുപോലെ തന്നെയാണ് 64 ഒരേ സമയം ക്യൂബിക് നമ്പറുമാണ്, സ്ക്വയർ നമ്പറുമാണ്. 8ന്റെ സ്ക്വയർ ആണ്, 4ന്റെ ക്യൂബാണ് 64. ഇനി 36 8ാമത്തെ ത്രികോണ സംഖ്യയാണ്, 6ാമത്തെ സ്ക്വയർ നമ്പറുമാണ്, 6ന്റെ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ അത് ക്ലെയിം ചെയ്താൽ, അവിടെ നോക്കണേ, ക്ലെയിം ചെയ്താൽ മാത്രം, ക്ലെയിം ചെയ്താൽ അത് ഇരട്ടി പോയിന്റ് ആണ്, ബോണസ് പോയിന്റ് ആണ്. ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിലാണ് സാധാരണഗതിയിൽ എത്രയാണ് കിട്ടുന്നതെങ്കിൽ അത് മാത്രമേ കിട്ടൂ. അപ്പോൾ വളരെ ബുദ്ധിപൂർവം, വളരെ കണ്ണിങ് ആയിട്ട് എതിരാളിയിലാക്കണം പോയിന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സര ബുദ്ധിയോടെ രസകരമായി കളിക്കാൻ പറ്റുന്നൊരു കളിയാണ്. അപ്പോ നിയമം നിങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്ന് കൃത്യമായി. അപ്പോൾ ജയിക്കുക, ഒരാൾ ജയിക്കുമല്ലോ, ജയിക്കാൻ വേണ്ടി എത്ര പോയിന്റാണ് നിങ്ങൾ കണക്കാക്കുന്നത്? സീലിംഗ്. ഇപ്പോൾ 100 പോയിന്റ്, ആദ്യം 100 പോയിന്റിലേക്ക് എത്തുന്ന ആളാണ് ജയിക്കുന്നത്. അത് ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണ്ട. ഇനി ആ കളി വേഗം തീർന്നു പോകുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണോ? 200 ആക്കാം. 200 ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്നേരം കളീന്റെ നിയമം മാറ്റിയിട്ട് അതിൽ എഴുതിയിരിക്കണം ആദ്യം 200 പോയിന്റിലേക്ക് എത്തുന്ന ആളാണ് വിജയിക്കുന്നത്. യെസ്. അപ്പോ പിന്നെ മറ്റൊന്ന് ബോണസ് പോയിന്റ് എങ്ങനെ കിട്ടുന്നത്? യെസ്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കളിന്റെ നിയമത്തിൽ ഉണ്ടാവണം. ഓക്കെ. അപ്പോ നല്ലൊരു കളിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങളുടേതായ രൂപത്തിൽ കളമെല്ലാം വലുതാക്കാം കേട്ടോ, പല രൂപത്തിലും. ഞാൻ ആ വരച്ചതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് അത് വളർത്തിയെടുക്കാം. ഓക്കെ. ഗണിതശാസ്ത്ര മേളയുടെ തിരക്കിലായതുകൊണ്ട് നിങ്ങളൊക്കെ പിന്നെ അങ്ങനെയുള്ള ഓരോ ഇനങ്ങളും കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഗെയിമൊന്നും പിന്നെ പരിധിയെ കിട്ടുന്നതല്ല. ഒരു ഗെയിം ഉണ്ടാക്കിയെടുക്കലും അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കായിട്ട് ഒരു പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഗെയിം കൂടെ അവതരിപ്പിക്കുകയാണ്.
അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്കുള്ള മറ്റ് കൂട്ടുകാരിലേക്കും ഗ്രൂപ്പിലേക്കും ഒക്കെ അയച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വർക്കും അത് സ്റ്റിൽ മോഡൽ ആണെങ്കിലും നമ്പർ ചാർട്ട് ആണെങ്കിലും ജിയോമെട്രിക്കൽ ചാർട്ട് ആണെങ്കിലും പസിലാണെങ്കിലും ഗെയിം ആണെങ്കിലും ഒക്കെ ഒറ്റ ക്ലിക്കിൽ കിട്ടാവുന്ന രൂപത്തിൽ ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഓരോ എപ്പിസോഡിലും കൊടുക്കുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇപ്പോൾ 90 48 47 61 42. ഇതിലേക്ക് ആളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു റിക്വസ്റ്റ് വാട്സപ്പിൽ അയച്ചാൽ തീർച്ചയായും ആ മൊത്തം ലിങ്ക് നിങ്ങളെ കയ്യിൽ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അപ്പോൾ പിന്നെ കഴിയുന്നത് ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് LP യിലുള്ള കുട്ടിയാണോ UP യിലുള്ള കുട്ടിയാണോ ഹൈസ്കൂളിലുള്ള കുട്ടിയാണോ എന്നൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഏത് ഭാഗത്താണെന്ന് ഏത് ജില്ലയിൽ ഏത് ഭാഗത്താണെന്നൊന്ന് പരിചയപ്പെടുത്തി ആവശ്യം ഇന്നതാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും എനിക്ക് ആ മെസ്സേജ് കിട്ടിയാൽ എൻ്റെ മൊത്തം വർക്കിന്റെ ലിങ്ക് ഞാൻ ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലമായിട്ട് ചെയ്ത എല്ലാ വർക്കും നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടും. എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇനിയും നിങ്ങളുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിനും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ വലിയ ഉപകാരമാകും. അവർക്ക് ഏത് ഐറ്റമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവർക്ക് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തീർച്ചയായിട്ടും അതിന്റെ മൊത്തം കളക്ഷനാണ് നിങ്ങൾക്ക് അയച്ചു തരുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു ഗെയിം അവതരിപ്പിക്കുകയാണ്. കളിക്കളം നമ്മൾ നേരത്തെ കാണിച്ചത് തന്നെയാണ്, ടോക്കനും അത് തന്നെയാണെങ്കിലും കളിയുടെ രീതി വേറെയാണ്. അപ്പോൾ ഒരേ കളിക്കളത്തിൽ നിന്ന് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കളി കളിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതായത് ഗെയിം നമ്മൾ ഒരു കളിക്കളം ഉണ്ടാക്കിയാൽ അതേമാതിരി ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ പഠിക്കാനുള്ള കാര്യവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് ആ ഗെയിമിനെ വളർത്താം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മൾ നേരത്തെ ഒരു ഗെയിം അവതരിപ്പിച്ചിരുന്നു. അത് നേർരേഖയിൽ വരുന്ന നമ്പർ ഒപ്പിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ നമ്മൾ എടുത്തത് പ്രൈം നമ്പർ, ട്രയാങ്കുലർ നമ്പർ, സ്ക്വയർ നമ്പർ, ക്യൂബിക് നമ്പർ, ഈ 4 നമ്പർ കൊണ്ടുള്ള UP തലത്തിലുള്ള കളിയായതുകൊണ്ട്. ഇനി ഹൈസ്കൂളിലേക്കാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഉയർത്തുക. ഡെസിമൽ നമ്പറും അതേമാതിരി റേഷണൽ നമ്പറും ഒക്കെ ഉൾപ്പെടുന്ന രൂപത്തിൽ ആ കളി വികസിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ കളിച്ച കളിയുടെ രീതി മാറ്റി പുതിയ കളി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ അത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന നമ്പറിന്റെ സമ്മായിരുന്നു. എത്ര നമ്പർ ഉണ്ടോ അത് കൂട്ടിയാൽ പ്രൈം നമ്പറാണ് കിട്ടുന്നതെങ്കിൽ, അതേമാതിരി ട്രയാങ്കുലർ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ, അതുപോലെ സ്ക്വയർ നമ്പറാണ് അല്ലെങ്കിൽ ക്യൂബിക് നമ്പർ ആണെങ്കിൽ ആ നിശ്ചിത പോയിന്റ് കിട്ടുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പൊ അവതരിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ഞാൻ കളി തുടങ്ങുകയാണ്. ഇവിടെ 5 വെച്ച് ആദ്യത്തെയാൾ ഈ ഭാഗത്ത് 5 വെച്ച്, രണ്ടാമത്തെ ആൾ അതിനടുത്ത് ഒരു 2 വെക്കുന്നു. ഇനി നേർരേഖയിലല്ല പോകുന്നത്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം, ഏറ്റവും ചെറിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപം, സംവൃത രൂപം 1, 2, 3 ഈ 3 മൂലകൾ യോജിക്കുമ്പോഴുള്ള രൂപമാണ്. അതായത് ട്രയാങ്കിൾ, ഏറ്റവും ചെറിയ ത്രികോണം. ത്രികോണം ഇത് മാത്രമല്ല, ഇതിലും വലിയ ത്രികോണാണ് ഇത്, അതിലും വലിയ ത്രികോണാണ് ഇത്. അപ്പോൾ ട്രയാങ്കിൾ തന്നെ പല വലുപ്പത്തിലുമുണ്ട്. അതുപോലെ റോംബസ്, ഏറ്റവും ചെറിയ യൂണിറ്റുള്ള റോംബസ് ആണിത്, അതിലും വലിയ ഇതും റോംബസ് തന്നെയാണ്. ഇനി ട്രപ്പീസിയം, ഏറ്റവും ചുരുങ്ങിയ യൂണിറ്റിൽ 5 യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് വരും, അതിലും വലുതാണ് ഇത്. ഇനി അതിലും വലുതാണ് ഇത്. അപ്പോൾ അങ്ങനെ ഓരോ രൂപവും വ്യത്യസ്ത വലുപ്പത്തിലുണ്ട്, കൂടുതൽ പോയിന്റുകൾ ചേരുന്നതാണ്. ഞാനത്
കളി ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് പോയിന്റ് കിട്ടുന്നതെന്ന് പറയും. ഇപ്പോൾ ആദ്യത്തെ ആൾ 5 വെച്ച്, രണ്ടാമത്തെ ആൾ 2 വെച്ച്, 5ഉം 2ഉം 7. ഇനി ഇവിടെ വെക്കുന്ന നമ്പർ അത് കൂടെ കൂട്ടിയാൽ ഒന്നുകിൽ ട്രയാങ്കുലർ നമ്പർ, അല്ലെങ്കിൽ പ്രൈം നമ്പർ, അല്ലെങ്കിൽ സ്ക്വയർ നമ്പർ, അല്ലെങ്കിൽ ക്യൂബിക് നമ്പർ. അപ്പോൾ 5ഉം 3ഉം 8, 5ഉം 2ഉം 7. ഇതാ ഞാൻ 3 ഇവിടെ വെക്കുകയാണ്. അപ്പോൾ കിട്ടിയത് എത്രയാ? 5ഉം 2ഉം 7ഉം 3ഉം 10. അപ്പോൾ ഇത് വെച്ച ആളാണ് അത് ക്ലെയിം ചെയ്യേണ്ടത്. എന്താണ് അയാൾ പറയുന്നത്? ഇതൊരു ട്രയാങ്കുലർ നമ്പറാണ്. അങ്ങനെ പറഞ്ഞാലും മാത്രമേ അയാൾക്ക് പോയിന്റ് ഉള്ളൂ. അപ്പോൾ 10 എന്ന് പറഞ്ഞത് ഒരു ത്രികോണ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപം തന്നെയാണ് സംവൃത രൂപം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഒരു രൂപം പൂർത്തിയായി. അപ്പോൾ ട്രയാങ്കിൾ. യെസ്. അപ്പോൾ എത്ര പോയിന്റ് ആണോ യോജിക്കുന്നത് അത്രയും പോയിന്റ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3 വെച്ച് 10 എന്ന ട്രയാങ്കുലർ നമ്പർ ക്ലെയിം ചെയ്തപ്പോൾ അയാൾക്ക് കിട്ടുന്നത് 3 പോയിന്റ് ആണ്. കാരണം 1, 2, 3 3 ജംഗ്ഷനാണ് അയാൾ ഈ നമ്പർ വെച്ചത്. അപ്പോൾ 3 പോയിന്റ്. ഇനി രണ്ടാമൻ അയാൾക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ 10 ആണുള്ളത്. യെസ്, ഇതാ 16. അപ്പോൾ ആദ്യത്തെ ആൾക്ക് ഇവിടെ കിട്ടിയത് 3 പോയിന്റ് ആണ്. അപ്പോൾ ഇത് ടോട്ടൽ എത്രയാണ് വരുന്നത്? 16 ആണ്. എന്താണ് 16ന്റെ പ്രത്യേകത? 16 ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ സ്ക്വയർ നമ്പർ ആണെന്ന് ക്ലെയിം ചെയ്താൽ അയാൾക്ക് കിട്ടുന്നത് 1, 2, 3, 4. നേരത്തെ കിട്ടിയ ആൾക്ക് 3 പോയിന്റ് ആയതുകൊണ്ടാണ്, 3 മൂലകൾ ആയതുകൊണ്ടാണ് 3 പോയിന്റ്. ഇവിടെ 4 മൂലകളിൽ വരുന്ന പോയിന്റും വരുന്നത് കൊണ്ട് 4 പോയിന്റ്. അപ്പോൾ എത്ര ജംഗ്ഷൻ പോയിന്റിലൂടെ കടന്നു പോകുന്നു, മൂല മാത്രമല്ല എത്ര ജംഗ്ഷൻ പോയിന്റ്, അതാണ്. അപ്പോൾ ഇയാൾക്ക് 4 പോയിന്റ് കിട്ടി. ആദ്യത്തെ ആൾക്ക് 3 പോയിന്റാണ് കിട്ടിയത്. ഇപ്പോൾ രണ്ടാമത് ക്ലെയിം ചെയ്ത ആൾക്ക്, അതായത് സ്ക്വയർ നമ്പർ 16 പറഞ്ഞ ആൾക്ക് 4 പോയിന്റ് കിട്ടി. ഇനി അടുത്ത ആൾ കൂടാണ് 16. അപ്പോൾ ഇവിടെ ഒരു നമ്പർ വെക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ആ നമ്പറിനെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4, 5. അപ്പോൾ 5 പോയിന്റുകൾ ചേർന്ന് വന്ന്, അപ്പോൾ രൂപ ഏതാണെന്ന് പറയണം. ഇവിടെ വരുന്ന രൂപ ഏതാ? ട്രപ്പീസിയാണ്, അതായത് ലംബക രൂപം. യെസ്. അപ്പോൾ ഇവിടെ വന്ന എന്തായിരുന്നു? റോംബസ്, സമഭുജ സാമാന്ത്രികം. ആ രൂപത്തിന്റെ പേരും പറയണം. രൂപത്തിന്റെ പേരും പറഞ്ഞ് നമ്പർ ക്ലെയിം ചെയ്താൽ മാത്രമേ പോയിന്റ് കിട്ടൂ. അപ്പോൾ നമ്മളിവിടെ 16 ആണുള്ളത് അല്ലേ? 16. 16ഉം നമുക്കിവിടെ ഇതാ 16ഉം 1ഉം 17 അപ്പോൾ 17ന്റെ പ്രത്യേകത എന്താന്ന് പറയുന്നത്? 17 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. 1 അല്ലാതെ അതിന് മറ്റ് ഘടകങ്ങൾ, 1ഉം 17ഉം അല്ലാതെ മറ്റ് ഘടകങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രൈം നമ്പറാണ്. ഇനി രൂപം ഏതാണ്? ഇതാ ഈ രൂപത്തിൽ വരുന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപത്തിന്റെ പേര് ട്രപ്പീസിയം എന്നാണ്. ലംബക രൂപം. അപ്പോൾ ഇതൊക്കെ ഗണിതത്തിലുള്ള രൂപവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ എത്ര പോയിന്റ് ആണ് ടച്ച് ചെയ്യുന്നത്? 5 പോയിന്റുകൾ, 5 ജംഗ്ഷൻ പോയിന്റ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് 5 പോയിന്റ് കിട്ടി. അപ്പോൾ 17 ആണ് അല്ലേ? യെസ്. അടുത്തത് ഇതാ, ഒന്നുകിൽ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചാൽ ഒരു വലിയ ത്രികോണാണ്, അത്രയും എത്ര ജംഗ്ഷൻ പോയിന്റ് ഉണ്ടോ അത്രയും. അല്ലെങ്കിൽ ഇതാ ഇവിടെ വെക്കാം. ഇവിടെ വെച്ചാൽ എന്താ കിട്ടുക? നേരത്തെ പറഞ്ഞ പോലെ ഒരു റോംബസ് ആണ്, സാമാന്ത്രികമാണ്. പിന്നെ സമഭുജ സാമാന്ത്രികമല്ല, സാമാന്ത്രികം കിട്ടും. അപ്പോൾ എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ കിട്ടുന്നത് അത്രയും ജംഗ്ഷൻ പോയിന്റ് ആയതുകൊണ്ട് റെഡിയാണ്. അപ്പോൾ ഞാൻ എത്രയാണ് വെച്ചത്? 19. ഇവിടെ എത്രയാണ് ഉണ്ടായത്? 17.
17 10 27 9 36. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുള്ളത്. ഒരു ബോണസ് പോയിന്റ് ലഭിക്കാൻ ഇതിന് അർഹതയുണ്ട്. അതെങ്ങനെയാണ് ബോണസ് പോയിന്റ് വരുന്നത്? ബോണസ് പോയിന്റ് കണക്കാക്കുന്നത് നമ്മൾ ഇതിൽ സാധാരണഗതിയിൽ കിട്ടും എത്ര പോയിന്റാ? 1 2 3 4 5 6 അല്ലേ? 3 ഇതാ ഇങ്ങനെ വരുമ്പോൾ 6 പോയിന്റ്. 6 പോയിന്റിന്റെ അർഹതപ്പെട്ടതാണിത്. പക്ഷേ ഇവിടെ എങ്ങനെയാ ബോണസ് പോയിന്റ് വരുന്നത് നോക്ക്. എന്താണ് 36ന്റെ പ്രത്യേകത? 36 എന്ന സംഖ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ? 36 ഒരേ സമയം നമ്മളെടുത്ത ട്രയാങ്കുലർ നമ്പറാണ്. 8ാമത്തെ ത്രികോണ സംഖ്യയാണ് 36. മറ്റൊന്ന് 6ാമത്തെ സ്ക്വയർ നമ്പറാണ് 36. അങ്ങനെ ഒരേ സംഖ്യ സ്ക്വയർ നമ്പറും പിന്നെ ട്രയാങ്കുലർ നമ്പറുമായി 2 തരത്തിൽ വരുന്നത് കൊണ്ടാണ് ബോണസ് പോയിന്റ്. അങ്ങനെ എല്ലാ നമ്പറിനും ഉണ്ടാവില്ല. വേറൊരു നമ്പർ 64 64. എന്താ ആ നമ്പറിന്റെ പ്രത്യേകത? അത് ഒരേ സമയം സ്ക്വയർ നമ്പറുമാണ്, അതേസമയം ക്യൂബിക് നമ്പറുമാണ്. 4ന്റെ ക്യൂബുമാണ്, 8ന്റെ സ്ക്വയറുമാണ് 64. അപ്പോൾ അങ്ങനെ വരുന്ന അപൂർവ സംഖ്യകൾ ഇതേമാതിരി പ്രൈം നമ്പറിലോ ഏതെങ്കിലും 2 എണ്ണം ചേർന്ന് വരുവാണെങ്കിൽ, അപൂർവമായി വരുന്നതാണെങ്കിൽ അതിന് ഡബിൾ പോയിന്റ് ആണ്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്ത ആൾക്ക് ക്ലെയിം ചെയ്താലേ പോയിന്റ് ഉള്ളൂ എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത് ഇവിടെ വെച്ച് 36 റെഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 5 6 പോയിന്റേ കിട്ടും. പക്ഷെ അയാള് 36ന്റെ പ്രത്യേകത പറയാണ്. എന്താ 36ന്റെ പ്രത്യേകത? അത് ഒരേ സമയം സ്ക്വയർ നമ്പറുമാണ്, ട്രയാങ്കുലർ നമ്പറുമാണ് എന്ന് ക്ലെയിം ചെയ്താൽ മാത്രം അയാൾക്ക് ഡബിൾ പോയിന്റ് ആണ്. അപ്പോൾ 6 6 12 പോയിന്റിന് അർഹതയുണ്ട്. യെസ്. ഇനി ഇതാ അടുത്ത ആൾക്ക് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. ഇവിടെ വെക്കുമ്പോൾ വീണ്ടും സാമാന്തരികമാണ് വരിക. അപ്പോൾ ഈ ടോട്ടൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞ പോലെ ആ പ്രത്യേകതയുള്ള നമ്പർ ആണ് വെക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പോഴും അദ്ദേഹത്തിന് ബോണസിന് അർഹതയുണ്ട്. ഇനി നോക്കാം അടുത്ത ആൾ വെക്കുന്നു. ഇവിടെയാണ് വെക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ. ഇവിടെ വെച്ചാൽ ഇതൊരു വീണ്ടും ഒരു ട്രയാങ്കിൾ ആവാം. ഇനി അയാൾക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാം. 1 2 3 ഇതും കൂടെ ക്ലോസ്ഡ് ആകുമ്പോൾ പക്ഷെ 3 പോയിന്റേ കിട്ടൂ. പകരം ഇത്രയും വരുന്ന രൂപത്തിലാണ് അയാൾ ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അത് 5 പോയിന്റ് കിട്ടും. ഇനി പകരം ഇങ്ങനെയാണ് ഈ രൂപത്തിലാണ് ക്ലെയിം ചെയ്തെങ്കിൽ എത്ര കിട്ടും? 6 പോയിന്റ് കിട്ടും. അപ്പോ കളിക്കാരന്റെ സാമർഥ്യമാണ് അവിടെ കാണുന്നത്. ഇനി അപ്പോൾ ഇത് ആ ക്ലോസ്ഡ് ആയിട്ട് സമ്പ്രദ രൂപത്തിൽ നിന്ന് പുറത്താവുകയാണ്. അപ്പോൾ നമ്മൾ ഇതേ കൂട്ടുന്നുള്ളൂ. 1 + 2 അപ്പോൾ 3ന്റെ കൂടെ ഏതെങ്കിലും നമ്പർ ഇവിടെ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ക്ലെയിം ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളതല്ലേ നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയുണ്ട്? 2 5 7 7 6 13 3 16 1 17 ഇവിടെ ഉണ്ട്. 17. അപ്പോ 17ഉം ഞാൻ ഇത് വെക്കുകയാണ്. 17ഉം 8ഉം 25. അപ്പോ എന്താണ് അയാള് വാദിക്കുന്നത്? 25 എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ബോണസ് പോയിന്റിന് അർഹതയില്ലേ? ഇത് മാത്രമേ ഉള്ളൂ. 1 2 3 4 5 6 പോയിന്റ് അയാൾക്ക് കിട്ടി. അതിന് പകരം ഇതാണ് ക്ലെയിം ചെയ്തതെങ്കിൽ 3 പോയിന്റ് മാത്രമേ കിട്ടൂ. ഇങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ 5 പോയിന്റേ കിട്ടൂ. മാക്സിമം പോയിന്റ് കിട്ടുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. അപ്പോൾ 6 പോയിന്റുകൾ ടച്ച് ചെയ്താണ് വരുന്നത്. യെസ്. അപ്പോൾ നമ്മൾ ഇത് 25ആയി. ഇനി അടുത്ത ആള് 25ഉം 24ഉം 49. 49 എന്താ 49ന്റെ പ്രത്യേകത? ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ എത്ര പോയിന്റാണ് അയാൾ കവർ ചെയ്യുന്നത്? 1 2 3 4 5 6 7 7 പോയിന്റുകളാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് 7 പോയിന്റ് കിട്ടി. യെസ്. ഇനി അടുത്ത ആൾക്ക് ഇവിടെ വെക്കാം,
അപ്പോൾ അതൊരു റോംബസിന്റെ രൂപത്തിലാണ് പോകുന്നത്. യെസ്. അപ്പോൾ ഇപ്പോഴുള്ളത് 49 അല്ലേ? 49. 49. ഞാനിവിടെ 15 വെക്കുകയാണ്. 49ഉം 10ഉം 59ഉം 5ഉം 64. 64. ഞാൻ നേരത്തെ പറഞ്ഞു 64 ഒരു പ്രത്യേകതയുണ്ട്. 64 ഒരേ സമയം സ്ക്വയർ നമ്പറുമാണ്, ക്യൂബിക് നമ്പറുമാണ്. ഇത് ചെയ്യുന്ന ആളത് ക്ലെയിം ചെയ്തോളണം, ഇല്ലെങ്കിൽ ഈ പോയിന്റ് മാത്രമേ വരൂ. എത്ര പോയിന്റ്? 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റ് അയാൾക്ക് കിട്ടൂ ഇത് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ. അതേ അവസരത്തിൽ അദ്ദേഹം ഇത് ചെയ്തതിന് ശേഷം പറയാണ് 64 എന്ന് പറഞ്ഞാൽ എനിക്ക് ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. കാരണം 64 എന്ന സംഖ്യ ഒരേ സമയം സ്ക്വയർ നമ്പറുമാണ്, ക്യൂബിക് നമ്പറുമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പോയിന്റ് എത്രയാ? 1, 2, 3, 4, 5, 6, 7, 8. 8 + 8 16 പോയിന്റാണ് ഈ ഒരൊറ്റ നീക്കം കൊണ്ട് അയാൾക്ക് കിട്ടുന്നത്. 16 പോയിന്റ്. ഈ രൂപത്തിലാണ് കളി വികസിപ്പിക്കുക. ഇനി ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ക്ലെയിം ചെയ്യാത്തതാണ്. അയാൾക്ക് അടുത്ത ആൾക്ക് അത് വെക്കണമെന്നില്ല. ഇങ്ങനെയൊരു നമ്പർ ചേർന്ന് വരുവാണെങ്കിൽ ഈ പറഞ്ഞ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. അങ്ങനെ പോയിന്റ് എടുക്കാം. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം. കാരണം ഈ 15 വെച്ച ആൾ ക്ലെയിം ചെയ്തത് ഇതാ ഈ രൂപമാണ്. അയാള് ഇത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല. അപ്പോ നമ്മള് സംഖ്യ വെക്കാതെ തന്നെ പല രൂപങ്ങളും കിട്ടും. അതും കൂടെ അപ്പൊ ഓരോന്നാണ്. അതായത് ഒരു വട്ടം മാത്രമേ ഒരാൾക്ക് വെക്കാൻ പാടുള്ളൂ, അടുത്ത ചാൻസ് അയാൾക്ക് മറ്റേ ആൾക്കാണ്. ആ രൂപത്തിൽ കളിച്ച് കളിച്ച് നമ്മള് ഒരു ലക്ഷ്യം, അതായത് 100 പോയിന്റ് അല്ലെങ്കിൽ 200 പോയിന്റ് ജയിക്കാൻ ആവശ്യമായ പോയിന്റ് എത്രയാണ് എന്ന് നമ്മൾ ആദ്യം കണക്കാക്കുന്നുണ്ട്. കളിന്റെ നിയമത്തിൽ നമ്മൾ എഴുതുകയാണ്. അപ്പോ എത്ര പേര് കളിക്കണം, ഈ കളി അവസാനിക്കുന്നത് ഒരാൾ ജയിക്കുമ്പോഴാണല്ലോ കളി അവസാനിക്കുക. അപ്പോ ആദ്യം 100 പോയിന്റ് കിട്ടുന്ന ആളാണ് ജയിക്കുന്നത്. ഇങ്ങനെ ഇനി ആ പോയിന്റ് നമുക്ക് മാറ്റാം. 100ന് പകരം 150, 200, 250 ഒക്കെ ആക്കാം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് കളി നീണ്ടു പോകുന്നേ ഉള്ളൂ. ചിലപ്പോൾ 100 ഈ ബോണസ് പോയിന്റിലൊക്കെ വരുന്നതുകൊണ്ട് വേഗം 100ലേക്ക് അങ്ങ് എത്തുന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ലിമിറ്റ് കൂട്ടാം. അപ്പോ നേരത്തെയുള്ള കളിയും ഈ കളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ സ്ട്രെയിറ്റ് ലൈനിലായിരുന്നു നമ്മൾ പോയിന്റ് കണ്ടിരുന്നത്. നേർരേഖ എങ്ങനെ വിളിച്ചാലും, അതായത് അടുത്തടുത്ത 3 പോയിന്റ് അല്ലെങ്കിൽ 4 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ്, മാക്സിമം 5 കിട്ടുക. 5 കിട്ടുക. എങ്ങനെ പോയാലും മാക്സിമം കിട്ടുന്നത് 5. ഏറ്റവും ചെറുത് 3. ഈ കളി മറ്റതിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്? ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള സംവൃത രൂപമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രൂപം കൂടെ കുട്ടി പഠിക്കുന്നുണ്ട്. ഏതെല്ലാണ്? ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, അതിന് തൊട്ട് വലിയ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്, അതിലും വലിയ ഏറ്റവും വലിയ ട്രയാങ്കിൾ ഉണ്ട്. യെസ്. മറ്റൊന്ന് റോംബസ്, സാമാന്തരികം ഏറ്റവും ചെറുത്, അതില് വലുത്, അതിലും വലുത്, അങ്ങനെ പലതരത്തിലും നമുക്ക് കിട്ടും. ഇനി ഇതാ യെസ്. ഇനി ട്രപ്പീസിയം ഞാൻ നേരത്തെ കണ്ടല്ലോ. ഇതാ ഏറ്റവും ചെറുത് 5 പോയിന്റാണ്. ഇതാ അടുത്ത അതിലും വലുത്, ഇതാ ഇങ്ങനെ വരുമ്പോൾ അതിലും വലുത്. അപ്പോൾ പലതരത്തിലുള്ള ട്രപ്പീസിയങ്ങളും നമുക്ക് ഉണ്ടാക്കാം. മറ്റൊന്ന് ഹെക്സഗണാണ്. ഇതാ ഏറ്റവും വലിയ ഹെക്സഗൺ ഇങ്ങനെ വരുന്നതാണ്. ഇനി അതിലും ചെറുത് ഇതാ ഉള്ളിൽ മാത്രം വരുന്ന 6 പോയിന്റുകൾ ചേരുന്നു. ഇവിടെയാവുമ്പോൾ 12 പോയിന്റുകൾ ചേരുന്നു. അപ്പോൾ കളി അതിനനുസരിച്ച് മാറ്റി മാറ്റി വികസിപ്പിക്കാം. ഓക്കെ. അപ്പോൾ വളരെ വ്യത്യസ്തമായൊരു കളിയാണ്. നിങ്ങൾക്ക് ഇത് ഈ കളിച്ചുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒന്ന് പ്രൈം നമ്പർ, മറ്റൊന്ന് ട്രയാങ്കുലർ നമ്പർ, സ്ക്വയർ നമ്പർ, ക്യൂബിക് നമ്പർ. ഇത് നമ്പർ മാത്രമല്ല, ഈ നമ്പറുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം, അതാണ് റിലേഷൻഷിപ്പ്. എവിടെയാണ് ഏതൊക്കെ നമ്പറാണ് പരസ്പരം ചേരുന്നത് അതുകൂടെ കാണാനും ഒരു കളീന്റെ എല്ലാ രസങ്ങളും അതിന്റെ എല്ലാ ചാലഞ്ചും അതുപോലെ അതിന്റെ
രസകരമായ നീക്കവും വളരെ കൗശലപൂർവ്വം യുക്തിപൂർവ്വം നോക്കിക്കൊണ്ട് മറ്റേയാളെ അടിതെറ്റിക്കുക എന്നുള്ളതാണ് പോയിന്റ്. കൂടുതൽ വാങ്ങിക്കുക, അദ്ദേഹത്തിന് കിട്ടുന്ന ഈ എതിരാളി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പിഴവ് വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ജയിക്കുകയും ചെയ്യാം. അപ്പോൾ വളരെ കണ്ണിങ് ആയിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ നിർമ്മിച്ചത് തന്നെയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് മാത്രം കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഈ കളം എങ്ങനെയാണ് നിർമ്മിക്കുക എന്നൊന്ന് പറഞ്ഞുതരാം. ചാർട്ട് പേപ്പറിൻ്റെ വലുപ്പത്തിൽ തന്നെയാണ് പറയുന്നത്. ചാർട്ട് പേപ്പറിൻ്റെ മധ്യബിന്ദുവിൽ നിന്നും 12 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് പിന്നീട് ആ സർക്കിളിനെ 6 തുല്യ ഭാഗമായി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കട്ട് ചെയ്യുന്ന കൃത്യമായ അളവിൽ ഒരു പോയിന്റിൽ വെച്ച് തന്നെയായിരിക്കണം, എങ്കിലേ ഈ ചിത്രം കൃത്യമായി നേരെ നിൽക്കൂ. അതായത് ഒരു ചാർട്ടിൽ കളം വരച്ചാൽ നമുക്ക് നേരെ നിൽക്കണമല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ വരയ്ക്കുകയാണ്. അതായത് 6 തുല്യ ഭാഗമാക്കിയതിനെ അതിൻ്റെ എതിർ പോയിൻറ്റിലൂടെ ഡയമീറ്റർ വരച്ചുകൊണ്ട് യോജിപ്പിക്കുന്നു. പിന്നീട് അതിൻ്റെ അടുത്തടുത്ത അറ്റങ്ങളിൽ നിന്ന് വീണ്ടും 12 സെൻറ്റിമീറ്റർ റേഡിയസിൽ പുറത്തേക്ക് ആർക്ക് വീശി കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിത് A3 പേപ്പറിലാണ് കാണിക്കുന്നതെങ്കിലും ചാർട്ട് പേപ്പറിൻ്റെ വലുപ്പത്തിൽ പറയുന്നതുകൊണ്ടാണ് 12 സെൻറ്റിമീറ്ററാണ് നിങ്ങൾ എടുക്കേണ്ടത്. യെസ്. അപ്പോൾ ആ ഭാഗം ചേർത്ത് വീണ്ടും വരയ്ക്കുമ്പോൾ അത് 6 ഭാഗത്തും സ്റ്റാറായി മാറും. ഇതുപോലെയുള്ള റോംബസാണ് കിട്ടുക. ഈ റോംബസ് നമുക്ക് കട്ട് ചെയ്ത് 2 സമഭുജ ത്രികോണങ്ങളാക്കി മാറ്റണം പിന്നീട്. യെസ്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കളത്തിൻ്റെ നിർമ്മാണം കൃത്യമായിട്ട് കാണിച്ചതാണ്. പക്ഷേ അത് കാണാതെ ഇത് മാത്രം കാണുന്നവർക്ക് കളം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് രണ്ടാമതും ഇതൊന്ന് പറയുന്നത്. 6 ഭാഗത്തും ആ കട്ട് ചെയ്ത പോയിന്റിലേക്ക് ചേർത്ത് വരയ്ക്കുമ്പോൾ ഒരു സ്റ്റാർ കിട്ടിക്കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് വീണ്ടും 12 സെൻറ്റിമീറ്റർ സ്റ്റാറിൻ്റെ അഗ്രബിന്ദുക്കളിൽ, അതായത് അടുത്തടുത്ത സ്റ്റാറിൻ്റെ മുനയിൽ നിന്ന് ഒന്നുകിൽ ആർക്ക് വീശുക, അല്ലെങ്കിൽ ഈ ചെയ്യുന്ന മാതിരി സെൻറ്റർ പോയിൻറ്റിൽ 0 വെച്ചതിന് ശേഷം 24 12 + 12 24 ഒരു പോയിൻ്റ് ഇടുക. അപ്പോൾ അവിടെ അവസാനിക്കുന്ന 12-ലായിരിക്കും. 12 + 12 24 ഒരു പോയിൻ്റ് ഇടുക. അപ്പോൾ ആ പോയിൻ്റുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്കൊരു ഹെക്സഗണാണ് കിട്ടുക. ആ പുതുതായിട്ട് നമുക്ക് കിട്ടിയ 24 പോയിൻ്റ് ഇട്ട് അതിലേക്ക് ചേർത്ത് ഒറ്റ വര നീളത്തിൽ വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ചിത്രം ഒരു ഹെക്സഗണിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാർ നിൽക്കുന്ന പോലെയാണ്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ ഇനിയും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുവശങ്ങളിലേക്കും നീട്ടാം. ആ രൂപത്തിൽ ഞാനതിൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. യെസ്. ഇനി ഇതൊക്കെ ട്രയാങ്കിളാക്കി മാറ്റണം. എല്ലാം ഈക്വലൻ്റ് ട്രയാങ്കിളാക്കി മാറ്റണം. സമഭുജ ത്രികോണങ്ങൾ ഇങ്ങനെ ഓരോ വര വരയ്ക്കുമ്പോൾ ഓരോ റോംബസും 2 തുല്യ അളവിലുള്ള സമഭുജ ത്രികോണങ്ങൾ തന്നെയായി മാറും. അപ്പോൾ നേരത്തെ 6 റോംബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 12 സമഭുജ ത്രികോണങ്ങളായി അത് മാറി. പുറത്തും അതുപോലെ 6 റോംബസ് ഉണ്ട്, അതും കട്ട് ചെയ്യുമ്പോൾ 12. അപ്പോൾ 12 + 12 24 ത്രികോണങ്ങൾ. ഇനി ഇതിൻ്റെ 2 വശങ്ങളിലേക്കും ഇനിയും നീട്ടി വരയ്ക്കുകയാണെങ്കിൽ പിന്നെ ഓരോ ഭാഗത്തും 3, അപ്പോൾ 4 3 12 എണ്ണം വീണ്ടും ഉണ്ടാവും. അപ്പോൾ കളം കുറച്ചും കൂടി വലുതായി വരും. ഓക്കെ, നിങ്ങളൊന്ന് ചെയ്യുക.